പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സന്തോഷമായി നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥിച്ചെല്ലാം അനുഗ്രഹം പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക. കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ വേണം ഇത് പറയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി വഹിക്കണമേ. കർത്താവെ, ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, കുളിച്ചൊരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ, അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോണവരുണ്ട്. എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യണം. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം മഴവില്ല് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ അനുഭവിക്കുന്നതാണ്. അതേ ചൈതന്യത്താൽ അങ്ങയുടെ മക്കൾ എവിടെയാണ് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ആശീർവദിക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ഇപ്പോഴും ആശീർവദിക്കണമേ. കർത്താവ്, മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്, ഇപ്പോൾ ആശീർവദിക്കണേ. പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ചന്തയിൽ പോണവരുണ്ട്, പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട്. കർത്താവ്, എല്ലാ സ്ഥലങ്ങളും നീ ഉണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്ന അവർക്ക് പ്രയോജനമുണ്ടാകാൻ വേണ്ടി കർത്താവെ, നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരുത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവെ നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമാശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൊടിക്ക് വേദന പോലും അനുഭവിച്ചപ്പോൾ തന്നെ വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ കർത്താവ്, ഇത് മാറ്റാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവേ, ഏറ്റെടുക്കണം കർത്താവേ.
കർത്താവ് പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി വീണപ്പോലെ തോന്നുന്നുണ്ട് ഈശോയെ. പല ഭവനങ്ങളുടെ അടിത്തറ മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ്. ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ, ഇവിടെയാണ് അടിത്തറ വരുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട് ഈശോയെ. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കർത്താവ് എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖലയും സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ശരീരത്തിന് വേദനയുള്ളവർ, രോഗമുള്ളവർ, ഭാരമുള്ളവർ, ശരീരത്തിൽ സിസ്റ്റുള്ളവർ, മുഴയുള്ളവർ, ശരീരത്തിൽ തിറപ്പുള്ളവർ, ചിരങ്ങളുള്ളവർ, പല രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന. കോടതി കേസ് കൊടുത്തിട്ടുള്ളവർ, നല്ല വിധി ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവിടെ ശരീരം മുമ്പത്തേക്കാൾ ചുരുങ്ങി അവിടെ ഭാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്ന് അറിയാൻ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. കാരണം പല പല വിഷയങ്ങൾ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. നമ്മൾ ഇന്ന് വായിക്കുന്ന വചനമുണ്ടല്ലോ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തരുന്ന വ്യാഖ്യാനം പക്ഷേ നിങ്ങൾ നേരിട്ട് കേൾക്കാത്ത വ്യാഖ്യാനം. കാര്യം ഈ വചനത്തിനുള്ള ഒരു പ്രത്യേകത, വചനത്തിന് എപ്പോഴും മാംസമാകാൻ ടെൻഡൻസി ഉണ്ട്. അതിൽ ആരാണ് അടയിരിക്കുന്നത് ആണ്. ചില വചനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ചില ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലൊക്കെ ഒരു 21 ദിവസം കൊണ്ടൊക്കെ അത് അടവിരിയും. അതുപോലെ ചില മുട്ടകൾക്ക് 42 ദിവസം വേണം. അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഹാച്ചിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് വചനത്തോട് ദൈവസ്നേഹവും വചനത്തോട് പ്രത്യാശയും വചനം കേൾക്കുമ്പോൾ നല്ല വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശ്വാസം തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉള്ള ദൈവിക പുണ്യങ്ങളനുസരിച്ചാണ് വചനം പെട്ടെന്ന് മാംസമായി ഹാച്ച് ചെയ്ത് വരണത്. അതെപ്പോഴും ഓർക്കണം. അതേ വചനം ഹാച്ചായി കഴിഞ്ഞാൽ വചനം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും. നമുക്ക് വചനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും അനുദിനം. അതുപോലെ വചനം നമുക്ക് കേൾക്കാൻ പോണത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളായിരിക്കും എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളോട് സംസാരിക്കുക ഈശോ പറയുന്നുണ്ട് പലയിടങ്ങളിൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധപ്പെട്ടത് എന്തറിയാമോ? നമ്മൾ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല സഹന സമയത്ത് നമ്മൾ പറഞ്ഞു വെക്കണത്. ദൈവം ആഗ്രഹിക്കണ തന്നെ സഹന സമയത്ത് പറയുമ്പോഴാണ് ആ സഹനം കുരിശ് കൃപയായിട്ട് മാറണത്. ആ സ്വർഗത്തെ തുറപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലണ ഭാഗമില്ലേ? അപ്പോൾ എന്തുമാത്രം ആൾക്കാർ കല്ലെറിയപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ കല്ലെറിയണം അങ്ങനെ കാറുകയല്ലേ ഉള്ളു. പക്ഷേ അതാണ് അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സ്വരമാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവഹിതപ്രകാരമായിട്ട് ആ ടൈമിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പം സ്റ്റീഫൻ എന്താണ് പറയണമെന്ന് നോക്കിയേ. അത് വെച്ച് 7:50 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 7:56. അവൻ പറഞ്ഞു, സ്റ്റീഫൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അതായത് സ്റ്റീഫന്റെ വിചാരണ സമയത്തെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് പറയുന്നുണ്ട്. അതാണ് ഈ മത്തായിയുടെ 10:19 ഉള്ളത്. ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതിയത് ഈ സ്റ്റീഫന്റെ വർത്തമാനം ഒത്തിരി മാറ്റങ്ങൾ ആദിമസഭയിലുണ്ടാക്കി. ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ സാവൂള്, സ്റ്റീഫൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച സാവൂള് മറിച്ച് കളഞ്ഞ ആ സംഭവം. അത് തന്നെയാണ് പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് പിന്നീട് മത്തായി 10:19
കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി ഓർക്കുകയും സ്റ്റീഫൻ ചെയ്തത് ഇതുമായിട്ട് ബന്ധമുള്ളതാകുകയും ചെയ്തുകൊണ്ടാണ് മത്തായി 10:19 പറയണത്. എന്താണ്? ആ സമയത്ത് അറിവ് നൽകുമെന്ന്. സ്റ്റീഫൻ എന്തറിവാ കൊടുത്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:60. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. കർത്താവേ. ആ വലിയ സ്വരത്തിൽ വെച്ചാൽ കിടന്ന് കാറുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഉച്ചസ്വരമാണ്. അത് അവിടെ ഉള്ള എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വചനം കേട്ട് കാണും. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാവൂളിനെ തട്ടപ്പാടെ മറിക്കണത്. എന്താ കാര്യം? സാവൂള് ഗമാലിയന്റെ ശിഷ്യനാണെന്നുള്ള ഗമയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ആ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമൊക്കെ തന്നെയാണ് പുള്ളിയും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു യഹൂദൻ തന്നെ കല്ലെറിയുന്നവരുടെ മേല് ആ പാപം ആരോപിക്കരുതെന്ന് പറയണത്. അപ്പോൾ ആരോപിക്കരുതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് ഒരു നീചത്തരമാണെന്നുള്ളതിൻ്റെ ചിന്ത സാവൂളിനും ഉണ്ട്. അപ്പം സാവൂളിനെ ഉദ്ദേശിച്ചാണ് സ്റ്റീഫൻ സാവൂളിനെ ഈ സമയത്ത് ജാമ്യത്തിലെടുക്കുകയാണ് പ്രാർത്ഥന കൊണ്ട്. എന്താണ്? സ്റ്റീഫൻ്റെ വിളിച്ചു പറയുകയാണ്. എന്താണ്? ഈ പാപം സാവൂളിൻ്റെ മേലും അവരെപ്പോലുള്ളവരുടെ മേലും ആരോപിക്കരുത് എന്നാണ് പറയണത്. ഇത് കേട്ടോടുകൂടി അന്ന് മുതൽ ഈ മനുഷ്യൻ്റെ ഞെട്ട് കണ്ടിക്കാൻ തുടങ്ങിയതാണ്. അതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ മിടിമിന്നൽ പോലെ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മൊഹാലസ്യപ്പെട്ട് വീഴണത്. ഈ സംഭവം തന്നെ മർക്കോസും കേട്ടിട്ട് മത്തായിയും കേട്ടിട്ട് പറയണത്, നിങ്ങളെ സ്റ്റീഫനെ പോലെ ആയിരിക്കണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയാലും ആ സമയത്തൊക്കെ ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും. അതാണ് നമ്മൾ പറയേണ്ടതെന്ന്. മനസ്സിലായില്ലേ? ഓരോ സഹന സമയത്ത് നമ്മൾ എന്ത് പറയണം, നിങ്ങൾ എന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാവും. അതുകൊണ്ടാണ് അത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. 8:26 വായിച്ചേ റോമ. നമ്മുടെ ബലഹീനതയിൽ അതുപോലെ കല്ലേറ് കൊള്ളുമ്പോൾ, അതുപോലെ തന്നെ അടി കൊള്ളുമ്പോൾ, എറി കൊള്ളുമ്പോൾ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവ് സ്റ്റീഫനെ സഹായിച്ചു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ആ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്റ്റീഫൻ അറിയത്തില്ലായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി സ്റ്റീഫന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവസന്നിധിയിലെ എന്താണ് പറയണത്? കർത്താവെ, ഈ തെറ്റ് അവരുടെ മേൽ ചുമത്തരുത് എന്നാണ്. അപ്പൊ ഇത് പരിശുദ്ധാത്മ സഹന സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിണ്ടിപ്പോയാൽ പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മൾ മിണ്ടുന്നത്. അപ്പോഴേ നമ്മളറിയാം, സ്വർഗം നമ്മുടെ മുമ്പ് മുകളിൽ തുറന്നു കിടക്കണം നമ്മൾ അറിയത്തില്ല. നോക്കുമ്പോഴേ നമ്മൾ കാണുന്ന 2 ആൾക്കാരുണ്ട്. ആരാണ്? പിതാവും പുത്രനും. 3 ആൾക്കാർ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സഹന സമയത്തുള്ള പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും. അതുതന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം സഹനത്തിൻ്റെ. അതുകൊണ്ടാണ് ഈ തെറ്റ് സ്വർഗം തുറക്കാനുള്ളതാണ്. അവരെന്നെ കല്ലെറിയുന്നു, ആ സ്വർഗം തുറക്കാനുള്ളതാണ്. എനിക്ക് എൻ്റെ ഈശോയെ കാണാനുള്ളതാണ്, ഈശോ അപ്പനെ കാണാനുള്ളതാണ്, അതുപോലെ തന്നെ പരിശുദ്ധനെ കാണാനുള്ളതാണ്. അതുകൊണ്ട് അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറയും. ഇത്ര മനോഹരമാണെന്ന ബൈബിളിൽ ആനന്ദിക്കണം മക്കളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹനങ്ങളിൽ പ്രത്യേകിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പൊക്കെ വിതറുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളവർക്കും അതൊക്കെ എന്തോ ഈ വേറെ മന്ത്രതന്ത്രങ്ങളും കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണമല്ലേ നിങ്ങൾക്ക്? അതായത് അത് അവരുടെ വിഷയം വേറെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ബൈബിൾ ഉടമ്പടിയുമായിട്ട് ഉപ്പ് എങ്ങനെയാണ് പ്രധാനപ്പെട്ടത്? നമ്മൾ ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ്. അതിൻ്റെ പ്രയോഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം? ഉടമ്പടിയുടെ അടയാളമാണ് ബൈബിളിൽ ഉപ്പെന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത ഒരു നേർച്ച വസ്തുവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. തേനൊന്നും ഉടമ്പടിയില്ല, അത് നിങ്ങൾ ഉടമ്പടി ഭാഗമായിട്ട് നിങ്ങൾക്ക് തരണില്ല. പക്ഷേ ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമാണ്. അത് ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ഉപ്പ്. അത് നീക്കിക്കളയരുതെന്നാണ് ബൈബിൾ പറയണത്. ഒരു വസ്തു ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഉപ്പ് തളിക്കപ്പെടണം.
അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുതെന്ന് ബൈബിൾ കർശനമായിട്ട് പറയണത്. ഇപ്പം ലെവയ പുസ്തകമില്ലേ, ലെവയ 2:13 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ലേവ്യർ 2:13 ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന ആ ഉടമ്പടിയിൽ അത് ദൈവത്തിൻ്റെതാണെന്ന് മുദ്ര ചാർത്തുന്ന അടയാളപ്പെടുത്തുന്ന ഉപ്പാണ്. അപ്പം നമ്മൾ ആ ഉപ്പ് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ശരിയാണ് പ്രയോഗിക്കുന്നത്. കാര്യം എന്താണ്? എൻ്റെ ഉടമ്പടി പ്രകാരം എൻ്റെ മെരിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. എനിക്ക് നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം. അതുകൊണ്ട് ആ ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ്, വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതാണ് വിശ്വാസ പ്രയോഗമെന്ന് പറയുന്നത്. വിശ്വാസം നമുക്ക് കൈമാറുന്നത് വിശ്വാസ പ്രകാശനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ആ ഉടമ്പടിയുടെ ഉപ്പ് അത് ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഈ 90 ദിവസം. അത് ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ ഉടമ്പടി ഇരുന്ന ദിവസവും അയാൾക്ക് അനുഗ്രഹം ലഭിച്ച 90 ദിവസമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി അങ്ങനെ ഒരു 90 ദിവസം അങ്ങോട്ട് ഇല്ല. ശാശ്വതമാണ്. നീ ഇപ്പോൾ ഉടമ്പടി ഉഴപ്പിയാലും ശരി, ഉടമ്പടി വീണ് പോയാലും ശരി, നിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാകും. അത് കാര്യം ദൈവത്തിന് മരണമില്ലല്ലോ. ഒരു ഇൻറ്ററിം പീരീഡിലായിട്ടല്ല ദൈവം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിത്യമാണ്. അതുകൊണ്ട് നീ വിശ്വസ്തത കുറവ് കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ശാശ്വതമായ ബന്ധമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:15. 2 ദിനവൃത്താന്തം 13:5. ശ്രുതികട്ടെ. രണ്ട് ദിനവൃത്താന്തം 13:5. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലവണ ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിയുടെ അടയാളമാണ് ഉപ്പ്. ആ ഉപ്പിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായ ബന്ധമാണെന്നാണ്. ശാശ്വതമായ ബന്ധം അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വീണ് പോയാൽ പിന്നെ ഞാൻ ചില പറയും ഞാൻ ഉടമ്പടി ചെയ്യത്തില്ല. എന്താ കാര്യം? അത് വീണ് പോകും. വീട്ട മക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉടമ്പടി ഭദ്രമായിരിക്കും. കാര്യം എന്താണ്? ദൈവത്തിന് ഉടമ്പടി ശാശ്വതമാണ്. പിന്നെ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ തിരിച്ചു വന്നാലും കർത്താവ് ആ വിഷയം ടേക്കപ്പ് ചെയ്യും. കാര്യം എന്താ പറയുക? ഇതറിയണമെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഈ ദിവസം നടന്നൊരു ഷോണിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി. വൈക്കത്തുനിന്ന് ഷോൺ എന്ന് പറഞ്ഞൊരു മകള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊരു കമ്പനി ഡയറക്ടറാണ്. അവരുടെ ഭർത്താവ് പണ്ട് അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തെ, പണ്ട് കൃപാസനത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന, നമുക്കെതിരെ വരുന്ന ട്രോളൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആളാണ്. ഇത് കള്ളത്തരമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആക്രമിച്ചിരുന്ന ഒരാളാണ്. അയാൾക്ക് വിശ്വാസം കുറവാണ്. പിന്നെ മദ്യപാന പ്രവണതകളും ആസക്തികളും കൊണ്ട് പല വിഷയം. ഇപ്പോൾ കമ്പനിക്ക് ഇവർക്ക് 40-20 ലക്ഷം കടവുമായി. ഇവർക്കാർ ലോണ് കൊടുക്കണില്ല. കാര്യം ഇവർ കമ്പനിയിൽ ഡയറക്ടറായത് കാരണം ഒരു ലോണ് കിട്ടണില്ല. അപ്പം അങ്ങനെ ബാങ്ക് ലോൺ അനുവദിക്കണില്ല, കടവുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വരണത്. അപ്പോൾ വന്ന് ഇവിടെ മുട്ടുകുത്തുമ്പോൾ ഒരു കൊച്ച് ഇവിടെ മുട്ടുകുത്തുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ഭർത്താവിന് പറയും, ഈ കൊച്ച് നേരത്തെ കേടാ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ, എന്തിനാണ് മുട്ടുകുത്തണത്? അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടുകുത്താൻ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലർ മുട്ടുകുത്തിയാലേ പ്രാർത്ഥന ഉള്ളോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഈ മുട്ടുകുത്തണമെന്നത് എഴുന്നേക്കുന്നവർക്ക് എന്താ കഥയിരിക്കണത്, ഈ എവിടെയെങ്കിലും ഇരുന്ന് മനുഷ്യരല്ലേ പ്രാർത്ഥിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവ് പറയും, ഈ കൊച്ചിന് എന്നാത്തിൻ്റെ കേടാ, അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേന്ന്. അത് കൊച്ചിവിടെ ഇരിക്കണം, അവരവിടെ നിന്ന് പതുക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ കൊച്ചു പുറകെ പോകും. കൊച്ചു ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? അപ്പോൾ എൻ്റെ കമ്പനിയിൽ കടവാണെന്ന് പറയും. അപ്പോൾ പറയും, ചേച്ചി ഇന്ന് മുതൽ ചേച്ചി അമ്മയുടെ അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. ഒരു കാര്യമാണ് പോക്കുണ്ടില്ലേ, ഇന്ന് മുതൽ ഇവർ ഇത്രയും അകലമുണ്ട്. പതുക്കെ പറഞ്ഞ കാര്യം ഇവൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവനെ മാതാവ് പറഞ്ഞ് വിടുകയാണ്, ഇന്ന് മുതൽ. കാര്യം അവർക്ക് വിശ്വാസം കുറവല്ലേ. അപ്പോൾ ഇന്ന് മുതൽ ചേച്ചി അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. പിന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരണത് കാണാം.
ഇപ്പോൾ ഈ ജീവിത പങ്കാളികൾ എന്താ ചെയ്യണത്? എല്ലാ ആഴ്ചയും കൃപാസദ്യ വരും, കൃപാസദ്യ വരും എല്ലാ ദിവസവും. പക്ഷേ ഒരു പെട്ടെന്ന് ഇവരുടെ കടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് വിളിച്ചു, ഇവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പേഴ്സണൽ ലോൺ അനുവദിച്ചതോടുകൂടി ഇവിടെ കടങ്ങളെല്ലാം അവസാനിച്ചു പെട്ടെന്നായി. അപ്പോൾ അടയാളം അവർ ആ കൊച്ചു പറഞ്ഞ് ശരിയാണ്, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. ഭർത്താവിനും അടയാളം കിട്ടി, അയാളുടെ മദ്യപാനമൊക്കെ അയാൾ അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് വിശ്വാസം കിട്ടി, അടയാളം കിട്ടി, മദ്യപാനം അവസാനിപ്പിച്ചു, ഇവരുടെ തന്നെ കടങ്ങൾ പരിഹരിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി. പക്ഷേ ഷോണിൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച അതല്ല സംഭവം. ഷോൺ ഒരിക്കൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകണ പ്രാർത്ഥിയാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്, രാവിലെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഇവർ കഴിഞ്ഞ ഒരു മാസമാണെന്ന് പറഞ്ഞു, ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അവർ വൈക്കത്തുകാരാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ് എന്നാ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് എനിക്കറിയാമോ? 10-20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവർ വൈക്കത്തു നിന്ന് ആയത് കാരണം അങ്ങോട്ടല്ല പിന്നെ പോകണം, പിന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ അത് പറ്റത്തില്ല, അവർക്ക് പോകണമെന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവർക്ക് കാറുള്ളവരാണ്. കാറിൽ കയറി അവർ എന്തിന് ഇവർക്ക് പത്രം കൊടുക്കണം, അതാണ് മാതാവ് ഇവിടെ ഇരുന്നപ്പോൾ പത്രം കൊടുക്കാനും കാണിച്ചു. അപ്പം അങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു ചേടത്തി അവിടെ ഇരിപ്പുണ്ട് വാദിക്ക്. കുറേ ആൾക്കാരൊക്കെ ഇവർക്ക് പത്രം കൊടുത്തു ചേടത്തിയെടുത്ത് വരും. ചേടത്തിയിട്ട് വരുമ്പോൾ പത്രം കൊടുക്കുക ചേടത്തിക്ക്. പത്രം കൊടുക്കുമ്പോൾ ഷോണി പത്രം കൊടുക്കുമ്പോൾ ചേടത്തിക്ക് പറയും, ചേടത്തി പറയും ഈ പത്രം ഞാൻ കുറേ വായിച്ചതാണ്, ഇതാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടും തന്നതെന്ന് പറയും. അപ്പോൾ ഷോൺ ഉടമ്പടിയെക്കുറിച്ച് പറയും. അപ്പോൾ ആ ചേടത്തി പറയും ഞാൻ അവിടെ ഉടമ്പടി എടുത്തതാണ് 1 കൊല്ലത്ത് മുമ്പ്, എനിക്ക് പുതുക്കാനൊന്നും ഒത്തില്ല എന്ന് പറയും. എൻ്റെ ഭർത്താവ് ആശുപത്രിയിലാണ്. അപ്പോൾ ഷോൺ ചോദിക്കും എന്താ ഇവിടെ വന്നത്? ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്ത പാർട്ടിയാണെങ്കിലും ഉടമ്പടി പുതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടെ ക്ലേശങ്ങൾക്ക് അറുതിയൊന്നും ഇല്ലെങ്കിലും ഇവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷോൺ നോക്കുമ്പോൾ ഈ പഴയ ആ 2 കൊല്ലം നമ്മളെ ഉടമ്പടി കാശിന് ഇവർ തിരുമ്മി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയും ആ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ വിശ്വാസപ്രമാണം ചൊല്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഭർത്താവിന് മരുന്ന് മേടിക്കാൻ 3 പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം കൊടുത്തതാണ്. ഇനി കൊടുക്കത്തില്ല, ഇനി അയാളവിടെ കിടക്കാൻ മാസങ്ങളായി, ഇനി കടം കൊടുക്കത്തില്ല, ഇനി കിട്ടണമെങ്കിൽ ഓണർ പറയണമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷോണിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അറിയണത്. പിന്നെ ഷോൺ പോയി ഇവരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ എല്ലാ മരുന്നും വാങ്ങിച്ചു കൊടുക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും. പക്ഷെ അതല്ല, 2 കൊല്ലത്തിന് മുമ്പ് മുടങ്ങിപ്പോയൊരു ഉടമ്പടിയാണ്. പക്ഷേ ദൈവം അവർ ഉടമ്പടിനെ പുതുക്കിയിട്ടില്ല. പക്ഷേ ആ ഉടമ്പടി കാശിലും വെച്ചുകൊണ്ട് അവർക്ക് അത്യാഹിതം വന്നപ്പോൾ അത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരുമ്മി അവർ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുമലാണ് മാതാവ് ഇവരെ പൊക്കിവിടാൻ കാര്യം. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് ഉടമ്പടിയെക്കുറിച്ചൊരു ലെവലേശങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് 100% നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത്, നേരെ തിരിച്ചു വരിക, നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 തിമോത്തി 2:13 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. 2 തിമോത്തി 2:13 പറഞ്ഞേ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും കേക്കട്ടെ പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഉടമ്പടി നിങ്ങൾക്കറിയാവോ? ഒന്നുകൂടി പറഞ്ഞു, ആ വചനം ഒന്നുകൂടി വായിച്ചേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നു. 2 തിമോത്തി 2:13 എന്താ പറഞ്ഞത്? നമ്മൾ ഉടമ്പടിക്ക് അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം എന്താണ്? തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല, എന്നിട്ട് ഉടമ്പടിയെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പം നീ ഉടമ്പടിയെ നിഷേധിക്കാനോ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും നിന്റെ ഉടമ്പടിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും കൈയടിച്ച് ഉടമ്പടിയിലൂടെ ഞങ്ങളോട് ശാശ്വതമായ സ്നേഹം കാട്ടുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചും
ദൈവത്തെ അവകാശമായി കിട്ടുന്നതിനെ കുറിച്ചും പറയുന്നത് സംഖ്യ 18:19. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യ 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പൊ നിരാഞ്ജനമായി സമീപിക്കുക കവനന്റ് ഓഫ് സാൾട്ട് എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്. അതാണ് ഉടമ്പടി ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അവകാശപ്പെട്ടത് അഹറോന് അവകാശപ്പെട്ടതാണ്. അതാണ് 18:20 പറയുന്നത്. സംഖ്യ 18:20. ശ്രുതിക്കട്ടെ. 18:20. കർത്താവ് അഹറോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. എൻ്റെ മക്കളെ നോക്കിയേ, ഉപ്പ് പോണ പോക്കുണ്ടല്ലേ? അതായത് ഉപ്പ് പ്രയോഗിക്കുന്നവർ, നമ്മൾ വിശ്വാസ പ്രയോഗമാണ് നമ്മുടെ വിഷയം. ഉപ്പ് പ്രയോഗിക്കുന്നവർ എന്താ പറയണത്? കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി. ദാറ്റ് മീൻസ് അത് തന്നെയാണ് നമ്മൾ പറയണത്. അത് തന്നെ, ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. നമ്മൾ സങ്കീർത്തനം വായിക്കത്തില്ലേ? സങ്കീർത്തനം 16:5 വായിച്ച ശ്രുതിക്കട്ടെ. സങ്കീർത്തനം 16:5. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. പറഞ്ഞേ, കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പൊ എന്റെ ഓഹരി കർത്താവാണ്. എനിക്ക് വേറെ ഓഹരിയൊന്നുമില്ല, എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ലെന്നാ പറയണത്. എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ല. ആ ബെന്നി ജോസഫ് ഉപ്പ് വിതറുമ്പോൾ പറയണതാണ്, എൻ്റെ ഓഹരി കർത്താവാണ്. കർത്താവിന് ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ജെയ്സൺ വർക്ക് ചെയ്യുമ്പോഴും ജെയ്സൺ പറഞ്ഞത് എന്താണ്? ജെയ്സൺ തോമസും പറയുന്നതിൻ്റെ എന്താ പറയണത്? എനിക്ക് ഈ കമ്പനിയിൽ 1 കോടി രൂപ ശമ്പളമുള്ള ആൾക്കാർ നിൽക്കുന്നുള്ള കാലം കമ്പനി രക്ഷപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിലാണ് ഈ സംഭവം. ഉപ്പ് പറയണ ഉപ്പൊരു പ്രതീകമാണ്. എഫെസ്യസ് 2:8 പ്രതീകമാണ്. എന്താണ്? എൻ്റെ ഓഹരി കർത്താവാണ്. അതാണ് സംഖ്യ 18:20 പറയണത്. ഇസ്രായേലിൽ നിനക്ക് വേറെ ഓഹരിയില്ല. മാനുഷികമായിട്ടോ ബുദ്ധിയോ ശക്തിയോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനാണ് നിൻ്റെ ഓഹരി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. തമ്മിൽ ലിങ്ക്ഡാണ്. സംഖ്യ 18:20 എഫെസ്യസ് 2:8 തമ്മിൽ വിശ്വാസ പ്രയോഗത്തിൽ ഒരേ അനുഭവമാണ്. വൺ ആൻഡ് സെയിം എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ത്രൂ ദ മീഡിയം ഓഫ് ദി സാൾട്ടിങ്. സാൾട്ടിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. പക്ഷെ പ്രയോഗിക്കുന്നവരെ സത്യസന്ധമായിട്ട് പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് അഥീന സെലിൻ, USA ഡോക്ടറാണ്. അഥീന സെലിൻ USA ഡോക്ടറാണ്. അപ്പോൾ സെലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ റാങ്കിങ് കണ്ടില്ലേ? സെലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രബിളിനാണ്. കാര്യം ഇവൾ ദന്തിസ്റ്റാണ്. അപ്പോൾ ദന്തിസ്റ്റ് ആകുമ്പോൾ ദന്തിസ്റ്റായിട്ട് ഇവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയായിട്ട് അമേരിക്കയിൽ ദന്തിസ്റ്റ് ജോലിക്ക് വേണ്ടി ഇവർ ഭർത്താവിൻ്റെ കൂടെ അമേരിക്ക പോയി. പക്ഷേ ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ദന്തിസ്ട്രി ആരും എടുക്കാത്ത ഒരു സിലബസാണ്. അല്ല, നേഴ്സാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, കഞ്ഞിവെച്ച് പോകാം. ദന്തിസ്ട്രിയും കൊണ്ടിരുന്നത് എന്ത് കാണിക്കാനാണ്? അമേരിക്ക ഒത്തിരി ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ പറ്റത്തില്ലെന്ന് പറയും. അത് സെലിൻ അധീന നോക്കുമ്പോൾ ശരിയാണ്. അമേരിക്ക കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ സൈറ്റിൽ നോക്കിയപ്പോൾ എന്താ പറയണത്? ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ വളരെ വളരെ ആഘോഷമായിട്ട് വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വരത്തന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ അമേരിക്കൻസിൻ്റെ ഒക്കെ രീതി അതാണ്. നമ്മൾ വരത്തതെന്ന് അവർ നേരിട്ട് വിളിക്കത്തില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. പിന്നെ 250 സീറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ സീറ്റും അവർക്കാണ്. 250 സീറ്റാണ് ഉള്ളത്. അതിൽ നിന്ന് ഇവൾക്ക് ദന്തിസ്ട്രിയിൽ സീറ്റ് വേണം. അതിന് പക്ഷേ ഇവർക്ക് ബേസിക്സാണ് ഉള്ളത്. അതിനൊക്കെ ബേസിക്സേ ഉള്ളൂ ദന്തിസ്ട്രിയുടെ. നമ്മുടെ പഠനങ്ങളാണ് ഉള്ളത്. അവിടെ ഇതിന് 250 സീറ്റിന് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പൈൻസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള 130 പേര് വരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ആപ്ലിക്കേഷൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്.
അതാത് രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി MD ഡിഗ്രി ഉള്ളവരാണ് വന്ന് ഇവർ ബേസിക്സാണ്. അവർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഉണ്ട്, ഇത് എൻട്രൻസ് കിട്ടാൻ. ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവർ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം MD ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റും ഗ്രാജുവേറ്റ്സുകളും ഒക്കെയാണ്. ഇവർക്ക് ബേസിക്സേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ബേസിക്സ് എന്താ? ഇവരെന്താ ചെയ്യണത്? ഇവർ പറയണത് എനിക്ക് ആപ്പടെ ആസ്തി ഉടമ്പടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 18:20 ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, നിനക്ക് ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നുമില്ല, നിനക്ക് അതിന് ഇവർക്ക് കയറി പറ്റാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെറിറ്റ് ഇവർക്കില്ല. അതാണ് ഈ മെറിറ്റ് എന്ന് പറയണത്. മെറിറ്റില്ല ഇവർക്ക്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻ്റർവ്യൂ ബോർഡിനെ ബാക്കി കൊണ്ട് ഉപ്പ് വിതറും. ആ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഓരോരുത്തർ ഈ കാലത്ത് ഡോക്ടർമാരായാലും ആരായാലും അവർക്ക് സത്യം അറിയുന്നവർ എങ്ങനത്തെ പ്രയോഗിക്കണം എന്നറിയാം. എന്താ അവർ പറയുന്നത്? എന്താണ്? കർത്താവേ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഞാൻ കൺഫ്രണ്ട് ചെയ്യണത് ആരോടാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അവിടെ മുമ്പിൽ ഞാൻ ബേസിക്സ് ഉള്ള ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ അവകാശം നീയാണ്, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ അവകാശം. The Lord God is my portion and cup എന്ന് പറയണത് എന്താണ്? അത് ചങ്കി പറയണതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് വേറെ അവകാശമില്ല ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ഞാനാണ് നിൻ്റെ അവകാശം എന്ന് പറയത്തില്ലേ? ദൈവമാണ് എൻ്റെ അവകാശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പ് കൊണ്ട് ഈ വിഷയം. അത് വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചത്? മാതാവ് ഒരു കളി ഇതിനകത്ത് കളിക്കും. അമ്മ ഭയങ്കര സംഭവമാണ്. അമ്മ എന്നാ ചോദിച്ചു? ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. അതാണ് രസം. ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. ഇവളുടെ പാനലിൽ നമ്മൾ റിസൾട്ട് വരുമ്പോഴുണ്ട് ഇവൾക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതായത് അമ്മയ്ക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ധാരണയെന്ന് പറയുന്നത് നമ്മളുടെ ധാരണയല്ല. ഒരു കാര്യം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യണമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങൾ ദൈവം, അതാണ് നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരം, സമാധാനം നിങ്ങളുടെ ചിന്തകളെ അതിലംഘിക്കുന്ന പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ദൈവം ഒരു ഇന്ത്യൻ ഡോക്ടറെ വെച്ച് കൊടുക്കും. അതോടുകൂടി എല്ലാം സെറ്റാവും, ഓക്കെ ആവും, ഇവർക്ക് അഡ്മിഷൻ കിട്ടും. ദാറ്റ് മീൻസ് വിശ്വാസം പ്രയോഗിക്കുന്ന രീതികളാണ്. ആ വിശ്വാസം പ്രയോഗിക്കേണ്ട സമയത്ത് അതിനൊക്കെ എൻ്റെ മക്കളെ ഉടമ്പടി ഇപ്പോൾ തന്നെ പഴയ ഉടമ്പടി പുസ്തകം 300 പേജാണ്. ഇനി ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വോളിയം 200 പേജ് വേറെ വരും. കാര്യം അത്ര കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. കാര്യം നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഉടമ്പടിയിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഉടമ്പടി പ്രയോഗിച്ചതിൻ്റെ അനുഭവശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് ഇവർ പ്രയോഗിക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കണത്, ഉപ്പ് എറിയുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് ഭൂമിയെ കർത്താവല്ലാതെ വേറെ അവകാശമില്ല. അതാണ് ഉപ്പിൻ്റെ പ്രയോഗം, അതാണ് വിശ്വാസ പ്രയോഗം. കൈയിടിച്ച് കർത്താവിനെ ചൊല്ലി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഹാളിലുള്ള തീർത്ഥാടന ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവർ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ, നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവം നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, നിന്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രക്തധമനികളിലെ ക്യാൻസർ കോശങ്ങൾ, സിസ്റ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം, കരളിൽ വേദനയുള്ളവരെ, കരൾ രോഗമുള്ളവരെ, കിഡ്നി രോഗികൾ, കിഡ്നി ചുരുങ്ങുന്നവരെ കർത്താവിൽ രക്തം നിറയട്ടെ. കർത്താവ് സ്പൊണ്ടലോസിസ് അസുഖമുള്ളവരെ, പിൻകഴുത്തിന് വേദനയുള്ള, കണ്ണിന് കാഴ്ചക്കുറവുള്ള, അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർക്ക് ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിവേദനയുള്ള, അസ്ഥികം മുഴയുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 36 വർഷം അടുപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സകല വ്യാധികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ,
വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വീട് ഉറഞ്ഞു വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, വീട് പൊളിച്ചു പണിയേണ്ട അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായവും കഴിഞ്ഞപ്പോൾ വീട് പൊളിച്ചു പണിയാതെ നിവൃത്തിയില്ലാത്തവരെ, ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട്, ജീവിത സാഹചര്യങ്ങൾ അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാന മാർഗമില്ലാത്തവരെ, കടങ്ങളും പലിശ കയറ്റവും മറ്റ് അന്യാധീനപ്പെട്ടു പോയ സമ്പത്ത്, അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടാത്തവർ, അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവരെ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പ്രൊഫഷണൽ പരീക്ഷയായാലും അക്കാഡമിക് പരീക്ഷയായാലും സ്കൂൾ പരീക്ഷയായാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വർഷങ്ങളായ വിദേശ ജയിലിൽ കിടക്കുന്നവരെ, ജോലിയില്ലാത്ത വിദേശത്ത് കുടുങ്ങിപ്പോയവരെ, വിസയിൽ തട്ടിപ്പിൽപ്പെട്ടിരിക്കുന്നവരെ, പണം നഷ്ടപ്പെട്ടു പോയവരെ, സാങ്കേതിക രേഖയില്ലാത്തവരെ, പഠനം നിന്ന് പോയവർ, പല യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ, മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, രാജ്യങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, പല രേഖ കിട്ടാത്തവർ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, കർത്താവ് വരുമാന മാർഗമില്ലാത്തവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Jesus Christ, pour out His Spirit, that with a fair finger soak with the precious blood. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചുള്ള അടയാളത്തിൽ ദൈവിക നാമത്തിന്റെ തടസ്സങ്ങൾ, ദോഷങ്ങൾ ഈശ്വനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ, ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടിൽ നിന്നും മൗനമായി നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവികാരുണ്യ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.